ഇന്ത്യയിൽ തന്നെ ഉരുളിൽ കയറിയ മലക്കാരി തിര നടക്കുന്ന ഏക സ്ഥലമാണ് വയനാട്ടിലെ തോണിച്ചാൽ മലക്കാരി ക്ഷേത്രസന്നിധി. ഓരോ തറവാട്ടുകാർക്കാണ് ഓരോ ചടങ്ങുകളുടെ അവകാശങ്ങൾ. ഉരുളിൻ്റെ ഇപ്പോഴത്തെ അവകാശിയായ OK വാസുവേട്ടനും വർഷങ്ങളായി കുംഭപ്പാട്ട് പാടുന്ന അല്ലെങ്കിൽ മലക്കാരി പാട്ട് പാടുന്ന ഇപ്പോഴത്തെ കാരണവരും നമ്മോടൊപ്പം ചേരുന്നു. ഒന്ന് വാസുവേട്ടൻ ഇപ്പോഴത്തെ തച്ചൻ എന്നുള്ള രീതിയിൽ വാസുവേട്ടൻ എന്ന് പറയാം ഇതിനെക്കുറിച്ച്. ഇത് കുറിച്യന്മാർ ആരാധിക്കുന്ന സ്ഥലമാണ്, ആദിവാസികൾ. തച്ചോളത്തിൻ്റെ കാലത്താണ് ഇവിടെ സംഭവം തുടങ്ങിയെന്ന് പറയുന്നത്. കൃത്യമായിട്ട് അറിയില്ല, ഇതിന് രേഖകളില്ല, ഇതിഹാസങ്ങളാണ്. തച്ചോളത്തിൽ തന്നെ ഇപ്പോൾ തറയല്ല, അതുണ്ടായിരുന്ന തറ കെട്ടിക്കൊടുത്ത് തച്ചോളമാണ്. അന്ന് അയാൾ അംഗം ജയിച്ചു വന്നാൽ ഞാൻ തറകെട്ടത്തിലാണെന്ന് പറയുകയും അയാളെ ജയിക്കുകയും അയാൾ 2 കട്ടാരി ആൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്നും ഉത്സവത്തിന് എടുക്കും. മലക്കാരൻ 2 ഭാഗത്ത് വെക്കും. അത് ഉത്സവത്തിന് മാത്രം. ഉത്സവം കഴിഞ്ഞാൽ ആർക്കും കാണാനും പറ്റില്ല. ഉത്സവത്തിൻ്റെ ദിവസം ദേശത്തെ തട്ടാൻ വന്നിട്ട് അത് തുടച്ച് മിനിക്ക് സ്വർണ്ണാഭരണങ്ങൾ തുടച്ച് മിനിക്ക് അയാൾ അതൊരു ചടങ്ങാണ്. അതിൻ്റെ അവകാശം തട്ടാനാണ്. വാളുകളൊക്കെ ഇതാകുന്നതിന് കൊല്ലനാണ് അവകാശം. പിന്നെ മറ്റുള്ള അവകാശം ആശാരി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കാണ് ഈ ഉള്ളു കൂട്ടാനുള്ള അധികാരം അവകാശം. അതിലാണ് മലക്കാരി കയറിയിട്ട് അതിൽ മലക്കാരി അവകാശം കയറ്റുന്നു, 3 പ്രദർശനം വെക്കുന്നു, മലക്കാരി നടക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ചടങ്ങ് തീരുന്നു. ഈ കുംഭം കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുംഭം കൊണ്ടുവരാൻ ഈ ഐതിഹാസികം കരിങ്കാളി ക്ഷേത്രം, ഇവിടെ നമ്മുടെ മുന്നിൽ കരിങ്കാളി ക്ഷേത്രം. കരിങ്കാളി അമ്മയ്ക്ക് 2 മക്കളിൽ നിന്നും അവർ സുഹൃത്ത് മലക്കാരനെ കാണാൻ പോകുന്നതാണ് ഈ ഉത്സവം. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കർഷകന്മാരടക്കം അമ്മ അവരെ യാത്ര അയക്കുന്നതാണ്. ഇപ്പം മലക്കാരിക്കുള്ള ദൈവജ്യം കള്ള് വലിയ മുടങ്ങുപ്പത്തിലാക്കി അതിൻ്റെ 7ാമത്തെ കമ്പ് പൊട്ടിച്ച് കൂടുതലേക്ക് കള്ള് നടത്തി ചൂരലോട് കെട്ടി അതാണ് കൊണ്ടുപോകുന്നത് മലക്കാരി കൊടുക്കാൻ വേണ്ടി. അത് വരുന്നത് ഈ ഉദയത്ത് തറവാട്ടിൽ നിന്ന്. ഉദയത്ത് തറവാട്ടിന് മുമ്പേ 3 തറവാട്ടിൽ ഒഴിവായിരുന്നു. ഇപ്പം അതൊക്കെ ഉദയത്ത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇളനീർ കാവ് എടുക്കുന്നത് തോന്നിച്ചാൽ തണ്ടാന്മാരാണ്. അത് അവരുടെ അവകാശമാണ്. ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളാണ്. അത് ശരി. വിറക് കൊടുക്കുന്നത് പണിയരാണ്. അത് അവരുടെ അവകാശമാണ്. അവർക്ക് ആ ക്ഷേത്രത്തിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. അവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഉണ്ടാവും, പാട്ടുപാടലും. അതങ്ങനെയാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ഈ ഉരുളിൽ കയറിയിട്ട് നിലവിൽ ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ആദ്യം ഉണ്ടായിരുന്നു, കാപ്പിഞ്ചാലുണ്ടായിരുന്നു, പള്ളിക്കുന്നിലുണ്ടായിരുന്നു, എല്ലാം നിന്ന് പോയി. ഇപ്പം നിലവിൽ തോണിച്ചാൽ മാത്രം മുടങ്ങാതെ. ഇപ്പോഴുള്ള ഈ ഉരുളി ഞാൻ 2000 ഉണ്ടാക്കിയതാണ്. വാസുവേട്ടൻ്റെ ഫാദറല്ലേ ഇതിന് മുൻപ് ഉരുള് ഉണ്ടാക്കി? 63 ഞാനാ ചെയ്യുന്നത്. അച്ഛനുണ്ടെങ്കിൽ ഞാനാ ചെയ്യാം. ഞാൻ ആശാരിപ്പണി തുടങ്ങിയത് ഞാനത് ചെയ്യാറ്. അച്ഛൻ വന്ന് നിൽക്കുകയുള്ളൂ. ശരി. 63 മുതൽ ഞാൻ മലക്കാരനെ കയറ്റാൻ തുടങ്ങിയതാണ്. എൻ്റെ ആൾക്കാരെല്ലാം ആശാരിമാരാണെങ്കിലും എൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പണി അറിയില്ല. അപ്പം ഞാനാണ് ആ കൂടുതൽ ആശാരി. 10 എണ്ണക്കാർ ഒഴിവായി തന്നാണ്. ഇത് എത്ര ദിവസത്തെ പരിപാടിയാണ് നമുക്ക് മലക്കാരിത്തറയായിട്ട് വരുന്നത്? മലക്കാരിത്തറയായിട്ട് വരുന്നത് മകരം 15 മുതൽ മലക്കാരിത്തറ തുടങ്ങുന്നതാണ്. കഴകം ചെത്തുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ കഴകം ചെത്തേണ്ട കാര്യമില്ല, പുല്ലുമൊന്നുമില്ല. എന്നാലും ആ ചടങ്ങ് കുറിച്ച് ചെയ്യേണ്ടതാണ്. അവരത് ചെയ്യും. അതോടെ ഉത്സവം ആരംഭിക്കും. ആണല്ലേ? ആ ശരി. ഒരുപാടുണ്ട് പാടല്ലേ? ആ കൊല്ലം ചേട്ടൻ തന്നെയല്ലേ പാടുന്നേ? എല്ലാ കൊല്ലം അല്ലേ? അതല്ലേ? അങ്ങനെ അതല്ലേ? എത്ര മണിക്കൂറുണ്ടാവും? 3 മണിക്കൂറുണ്ട്. അതെ, ഉണ്ടാവും അല്ലേ? അത് ശരി. പാട്ട് തീരില്ല. എന്നിട്ട് പോകും അല്ലേ? അത് ശരി. ഒതിയോത്ത് തറവാട്ടിലെ ചെറുപ്പക്കാർ എത്രയോ ദിവസം വ്രതമെടുത്ത് കുംഭമെഴുന്നള്ളത്തും ഇളനീർക്കാവ് വരലും പുറംകാലന്മാരുടെ വരവും ആരെയും അതിശയിപ്പിക്കുന്നതാണ്.
Apa tayar itu?